എല്ലാ യൂട്യൂബ് അനിയന്മാർക്കും ഇനി ട്രോളാനായിട്ടൊരു പുതിയ അവസരം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെക്കുകയാണ് കേട്ടോ, ഈ ഒരു മുഖത്തിലൂടെ. അപ്പൊ ഇതിലും ട്രോളാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, എന്നെ മാക്സിമം ഫേമസ് ആക്കി തരണം. അപ്പൊ ഇതിലും തമാർ പടാറിന്റെ ഈ ഒരു ഫ്ലോറിൽ ഇനി ഞാനും ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റ്സും അതുപോലെ തന്നെ എല്ലാം കണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ ഒരു ഫ്ലോറിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ അംഗം തുടങ്ങുമല്ലേ? സോ ദിസ് ഇസ് തമാർ പടാർ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി പവർഡ് ബൈ ചെയർമാൻ ഷെയർസ് ആൻഡ് കല്യാൺ. അല്ല, ഇതാരാണ് പുതിയതായിട്ട് തല്ലുകൊള്ളാമെന്നത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. പുതിയ ആങ്കറാണ്. രണ്ടുമൊന്നും തന്നെ. അല്ലല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങടുന്നില്ല ഇങ്ങടുന്നില്ല, എങ്ങനെ ഇങ്ങടുന്നില്ല ഇങ്ങടുന്നില്ല, ഞങ്ങളല്ലേ തന്നെ നിങ്ങളല്ലേ പറഞ്ഞ ട്രോളർമാർക്ക് അങ്ങനെ അതൊക്കെ സാരി നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് വിരോധം തോന്നരുത്. ഫാനിൽ തൂങ്ങിയപ്പോ ആരെങ്കിലും അറുത്തിട്ടാണോ? കഴുത്തിന്റെ അവിടെ കുരുങ്ങി കിടത്തി വെച്ചിരിക്കുന്നു. ഇത് അതുകൊണ്ടല്ല, ഇത് ടമാർ പടാറിന്റെ ഈ ഒരു ഫ്ലോറിലേക്കാണല്ലോ വന്നേ. ടമാർ പടാറിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇങ്ങനെ കരിന്തുണിയും ചുറ്റി വരട്ടെ. അത് അതുകൊണ്ടല്ല, എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങളെ പറ്റി നല്ലൊരു ഇമേജ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഭീഷണി മുഴക്കും. എന്റെ അടുത്ത് നന്നായി പെരുമാറിയില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണി മുഴക്കും. ഇവിടെ വന്ന കുറെ പേരെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. വലിയ താമസമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരൊറ്റ തട്ട് കിട്ടിയാൽ മതി. ഭീഷണിയാണോ? ഭീഷണിയാണോ? കെട്ടി വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വരെ അടിച്ച് ഇറങ്ങി ഓടികളും രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ. അല്ല സുധിച്ചേട്ടനെ പറ്റി കുറെ ട്രോളുകൾ ഞാൻ കണ്ടിട്ടും വായിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കണേ. അത് ഞാൻ പറയട്ടെ, നമ്മൾ ഈ ചെറുപ്പകാലത്ത് നമ്മുടെ ചേച്ചിമാരും നമ്മുടെ പെങ്ങന്മാരൊക്കെ ആയിട്ട് നമ്മള് മണ്ണപ്പം ചുട്ട് കളിക്കുക, അങ്ങനെ ഇങ്ങനെ നമ്മള് ഒരു സംഭവം ചെയ്യണം. പ്രായത്തിൽ അതൊന്നും പറ്റൂല്ലോ. നമ്മൾ ചെറിയ ചെറിയ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗെയിമുകൾ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ, അപ്പൊ അതിലൊരാളായിട്ട് ഞാനും വന്നു, അത്രേ. അതെ, അപ്പൊ ഇത് കണ്ടിട്ട് കുറെ പേര് കമന്റ് എഴുതുന്നു, എന്താണ് ഇവർ കാണിക്കുന്നത്? ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ താഴെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടേ ഇല്ല. സ്വന്തം ഫേസ്ബുക്കിൽ പോലും എനിക്കൊരു കമന്റ് ഒന്നും ഞാൻ വായിക്കാറില്ല. അതുകൊണ്ട് കമന്റ് എഴുതുന്ന ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞങ്ങൾ ഇതൊന്നും വായിക്കാറില്ല. ഞങ്ങളെന്നല്ല, സകലമാന ആർട്ടിസ്റ്റുകളും നിങ്ങൾ ആർട്ടിസ്റ്റിനെ പറ്റി കുറ്റമൊക്കെ പറയുന്നതൊക്കെ പലരും പറയുന്നുണ്ട്. ഇതൊന്നും ആരും വായിക്കാറില്ല. കാര്യം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ വളർത്തിയ ആർട്ടിസ്റ്റുകളാണ് ഈ നിൽക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നു. അപ്പോ നമ്മൾ ഇന്ത്യൻ പാകിസ്ഥാനൊന്നും അല്ലല്ലോ, നമ്മളെല്ലാവരും മലയാളികളല്ലേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകണ്ട. നിങ്ങളെ പ്രോത്സാഹനം ഇനിയും വേണം. അതുകൊണ്ട് ഇങ്ങനെ കമന്റ് ഒന്നും എഴുതി സമയം കളയരുത്, സന്തോഷിക്കുക. കാര്യം ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ എൻജോയ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് മാത്രമാണ് ഞങ്ങളിത് കണ്ടിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ കാണുക. പക്ഷേ ഈ ട്രോളിങ് ട്രോളിങ് എന്ന് പറയുന്ന കടലിൽ ബോട്ട് ഇറങ്ങാതിരിക്കാൻ നിരോധിക്കുന്ന സംഭവം ട്രോളിങ്. നമ്മൾ ഈ പറയണത് ട്രോള്. പക്ഷെ നിങ്ങൾക്കൊരു ട്രോളി വേണം. എന്തിന്? ഉരുട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ ടീം ലീഡേഴ്സ്, രണ്ട് ടീമിന്റെ. അപ്പൊ ടീമും എന്താണ് ഈ കഥ പറഞ്ഞോണ്ടിരിക്കണേ? ബാക്കിയുള്ള ടീമും ഓക്കെ. അപ്പൊ ഇവരൊക്കെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ടീം മെമ്പേഴ്സ്. അപ്പൊ ഇതിലും അവരെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ ആദ്യം ലെറ്റ്സ് വെൽക്കം നോബിച്ചേട്ടന്റെ ടീം മെമ്പേഴ്സ്. And now let's welcome സുധിച്ചേട്ടൻ's team members. അപ്പൊ ഇതിനോടൊപ്പം ഇന്ന് മുതൽ ഞാനും ഉണ്ട്. അപ്പൊ ഇനി എങ്ങനെയാണ്? യൂഷ്വലി നിങ്ങൾക്കൊരു ചിട്ടയൊക്കെ ഇല്ലേ? അപ്പൊ ഈ ചിട്ട ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആരെ ഗൈഡ് ചെയ്യുന്നേ? ബഹളം ഉണ്ടാക്കി ചെയ്യണേ. റെഡി, 1 2 3 4. ഇടത് കാൽ മുന്നോട്ട് വെച്ച്, ഇടത് കൈ മുകളിലോട്ട് വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ഷോയില്, ഇന്നത്തെ എപ്പിസോഡില് നിങ്ങൾക്ക് ആദ്യം തന്നെ കരുതി വെച്ചിട്ടുള്ള ഗെയിം എന്ന് പറയുമ്പോൾ ട്വിസ്റ്റേഴ്സ് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയ്വഴക്കൊക്കെ ഒട്ടും വേണ്ടാത്ത, ബോഡി ഒട്ടും മനങ്ങണ്ടാത്ത, ഒരു ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ഒന്നും വേണ്ടാത്ത ഒരു ഗെയിം ആണെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ട്വിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാക്സിമം ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പൊ തീരുമാനമായി എന്നാണ് വെറുതെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വയം കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുകൊണ്ട് ഒരു
ഒരു ബോർഡും ഉണ്ട്. അതിൽ ഒരുപാട് കളേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആക്ച്വലി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. അതായത് ഈ ട്വിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ജസ്റ്റ് കറക്കിയാൽ മാത്രം പോരാ, പലതും നമ്മൾ ഇതിൽ നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് ഫുട്ട്, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീം മെമ്പേഴ്സും വന്നിട്ട് നിങ്ങളുടെ പ്രസൻസിൽ ഞാനിത് പതുക്കെ ഒന്ന് കറക്കും. ദെൻ ഇപ്പൊ സപ്പോസ് ഇതിപ്പോ റൈറ്റ് ഹാൻഡിലാണ് നിൽക്കുന്നത്, ഗ്രീനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഗ്രീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ആള് വരിക, മൂന്നാമത്തെ ആള് വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഫൂട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഫൂട്ട് എടുത്തിട്ട് നിങ്ങൾ ഏത് കളറിലാണോ വന്നിട്ടുള്ളത് ആ കളറിൽ കാലെടുത്ത് വെക്കണം. അങ്ങനെ ഓരോ പോസ്റ്റേഴ്സിൽ വന്ന് നിൽക്കും. അങ്ങനെ അങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ത്രൂ ഔട്ട് നിങ്ങൾ ഒരു സോങ് പാടണം. ഒരു ടൈമിൽ ഒരാളല്ലേ ചെയ്യുള്ളത്? ഒരു ടൈമിൽ ഒരാൾ ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് റൈറ്റ് ഹാൻഡ് ആണ് ഗ്രീനിലെങ്കിൽ അവിടെ കൈവെക്കുന്നു. സെക്കൻഡ് ആളുടെ ഞാൻ കറക്കുന്നു. അപ്പൊ ലെഫ്റ്റ് ഫൂട്ട് ആണെങ്കിൽ അവര് വന്ന് കാല് വെക്കുന്നു. പിന്നെ അവരിവിടുന്ന് അനങ്ങണ്ട. നമുക്ക് കാണാലോ, അതാണല്ലോ നമ്മുടെ ഗെയിം. ശരി, അപ്പൊ ആദ്യം അറിയേണ്ടത് ഈ ടീമിൽ നിന്നാണോ ഈ ടീമിൽ നിന്നാണോ ആദ്യം കളിക്കാൻ വരുന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആ കണ്ടോ, അപ്പൊ ആദ്യം നമുക്ക് ട്വിസ്റ്റേഴ്സിൽ പാർവതിയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ട്വിസ്റ്റ് ചെയ്യാം. അപ്പോ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഏതായിരിക്കും എനി ഗെസ്? റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും വരിക എന്നാണ് പറഞ്ഞിട്ടില്ല. കളർ നമുക്ക് ചോദിക്കണ്ട, ഞാൻ ട്വിസ്റ്റ് ചെയ്തോട്ടെ. പിന്നെന്താ, സിമ്പിൾ. അതായത് ലെഫ്റ്റ് ഫൂട്ട് ആണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് ഫൂട്ടില് റെഡിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇടത്തെ കാല് റെഡ് വെച്ചു. സിമ്പിൾ. ഓക്കെ, റെഡി അല്ലേ? ഇങ്ങനെയാണല്ലോ നിങ്ങളല്ലേ? അങ്ങനെ പാർവതി ഇതൊക്കെ എന്തോ ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. സിമ്പിൾ ഗെയിം അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. വരാൻ പോകുന്നത് ഒരു വയ്യാവേലേ അല്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. അടുത്തത് പ്രതീഷ്. പോയി കയ്യൂത്ത് നില്ലടാ, പോടാ. നിക്കട്ടെ. ലെഫ്റ്റ് ഹാൻഡ് ഗ്രീൻ. കാലിന്റെ ഞാൻ കൊടുത്തതാ. ശരി, അടുത്തത് വരതയ്ക്ക് മഞ്ഞ എന്നു തോന്നുന്നു. റൈറ്റ് ഹാൻഡ് ആയിരിക്കും എന്നൊക്കെ ഗസ് ഒക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ഫുട്ട് റൈറ്റ്. അപ്പോ ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ. സുധിച്ചേട്ടൻ ഏത് കിട്ടണമെന്ന് ആഗ്രഹം? സത്യം പറയണം. ഒന്നുമില്ല, 3 ടീമുകൾ 3 ലെവലിൽ നിൽക്കുക. ഞാൻ ഇനിയിപ്പോ അവരെ നിന്നല്ലേ പറ്റുള്ളൂ. നിക്കണോ ഇരിക്കണോ? അതെന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. ഞാൻ കറക്കാൻ പോവാ. റൈറ്റ് ഹാൻഡ് ബ്ലൂ. അപ്പൊ വിൽ സ്റ്റാർട്ട് വിത്ത് യു പാർവതി. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക്. അപ്പോ സുഖാണ്, സുഖകരാണ്. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, റൈറ്റ് ഫുട്ട് യെല്ലോ. ഞങ്ങൾ കാണുന്നില്ല ഇതെങ്ങനെ ഇതിനകത്ത് പാർഷ്യാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ മന്ത്രം ജപിച്ചിടുകയാണല്ലോ. പ്രതീക്ഷിന് ഏറ്റവും ടഫ് ആയിട്ടുള്ള കിട്ടണേ. ഓം ക്രീം കറക്കട്ടെ. ഇതെന്നെ കിട്ടിയാ മതി. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. എന്താന്നറിയോ? റൈറ്റ് ഫുട്ട് ഗ്രീൻ. ഓൺ ഗ്രീൻ. നമ്മള് പിന്നെ അഭ്യാസം ചെയ്തോണ്ട് പിന്നെ കുഴപ്പമില്ല. ടോബിയൊക്കെ എന്നാ 2 തവള കൂടെ പിടിച്ച കൈ ശരിക്കും. ഹലോ, വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതിന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, ഒരു ബക്കറ്റ് മതി കളിയാ. വരതയ്ക്ക് വേണ്ടി ഞാൻ ദേ കറക്കാൻ പോവാണേ. ലെഫ്റ്റ് ഹാൻഡ് ഗ്രീൻ. ലെഫ്റ്റ് ഹാൻഡ് ഓൺ ഗ്രീൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്ര നേരം പ്രതീക്ഷിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ഗെയിം എത്ര നേരം ഉണ്ട്? വേണം തുറന്നോട്ടെ, കുഴപ്പമില്ല. ഇത്ര നേരം പ്രതീക്ഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വരതയുടെ ആ ഒരു കോൺട്രിബ്യൂഷനും കൂടെ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. ശരി, ഇത് നമ്മുടെ സുധിച്ചേട്ടൻ സുഖസുന്ദരനായിട്ട് അവിടെ വളരെ സുഖിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത് നോക്കിയാൽ മൊത്തത്തിൽ ലാസ്റ്റ് മമ്മി സിനിമയിലെ തേള് പോലെ ആവും. ലെഫ്റ്റ് ഹാൻഡ്
ലെഫ്റ്റ് ഹാൻഡ് യെസ് ബാഷ്. ഇടത് കൈ ഗ്രീനില് ആ വെക്കണോ അളിയ രക്ഷപ്പെട്ടു. സ്പൈഡർമാൻ. Okay. സ്പൈഡർമാൻ. ലെഫ്റ്റ് ഫുട്ട് ഓൺ ബ്ലൂ ഫുഡ്. ആ പോയടി നീതാ തലരിഞ്ഞ്. ഓക്കെ ഫൈൻ അപ്പോ ആ ഏയ് ഓക്കെ പാർവതി കഴിഞ്ഞു ഇനി അടുത്തത് പ്രതീഷ് ആണ് ഓക്കെ റൈറ്റ് ഹാൻഡ് ഓൺ യെല്ലോ ഇത് എന്തോന്ന് ഗെയിമാണ് ഇത്? എല്ലാം ചെയ്തിട്ട് ജിഷൻ ചേട്ടനെ എടോ ഓക്കെ അടുത്ത ആൾ ആരായിരുന്നു അടുത്ത വെറുതെ അല്ലേ അപ്പുറത്തെ മഞ്ഞൾ നോക്കണം. നമ്മൾ കറക്കാൻ പോവാണ് റൈറ്റ് ഹാൻഡ് ഓൺ യെല്ലോ കൊലൻസി. ആ കുഴപ്പമില്ല. ഭാഗ്യം അപ്പുറത്തെ അല്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡ് യെല്ലോ യെസ്. ഓക്കെ അല്ലേ അടുത്തത് ആരാണ് വീണ്ടും പാറു ആണ് അപ്പൊ പാറുവിനുള്ള പണി റൈറ്റ് ഫുട്ട് ഓൺ ഗ്രീൻ ഗ്രീൻ ഗ്രീൻ. ഭയങ്കര സേഫ് ആണല്ലോ അടുത്ത പ്രതീഷ് പ്രതീക്ഷ പ്രാർത്ഥിക്കുന്നുണ്ട് തെണ്ടി. വീണ്ടും റൈറ്റ് ഹാൻഡ് യെല്ലോയില് വീണ്ടും തന്നെയാണോ ഒന്ന് അല്ല പ്രതീഷിന് പ്രതീക്ഷ റൈറ്റ് ഹാൻഡ് യെല്ലോ യെല്ലോ. മാറ്റി അപ്പുറത്ത് വെക്കടാ. റൈറ്റ് ഹാൻഡ് ഒരു കൈക്ക് മേളിൽ വേറെ കൈ വെക്കാവോ? റൈറ്റ് ഹാൻഡ് യെല്ലോ അവിടെ ഇഷ്ടംപോലെ എല്ലാം ഒഴിവില്ലടാ. ഓക്കെ അടുത്ത ആള് നമ്മുടെ വരദ ഞാൻ ഇപ്പൊ രക്ഷപ്പെടുത്തി തരാം കേട്ടോ ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് യെല്ലോ എന്താ പ്രതീക്ഷനെ വിട്ടു പോണില്ലല്ലോ ശരി അടുത്ത സുധിച്ചേട്ടനാണ് ഞാൻ സ്പീഡ് പോവാണ് വലിയ വിഷമായിരുന്നില്ലേ ആർക്കായിരുന്നു വിഷമം സുധിയേട്ടന്. ആർക്കോ? റൈറ്റ് ഫുട്ട് ഓൺ യെല്ലോ അയ്യോ അത് പറ്റൂല അതെങ്ങനെ. അതേ ചെരുപ്പഴിക്ക്. അങ്ങനല്ല അതേ. എങ്ങനെയല്ല ഏതേ അത്ര കിട്ടൂല എനിക്ക്. കിട്ടുക അതാണല്ലോ ഗെയിം ഓക്കെ അടുത്തല്ലോ ഓക്കെ വീണ്ടും അടുത്തയിലേക്ക് പോവാണ് പാറൂനുള്ള ടാസ്ക് ആണ് ഇനി ലെഫ്റ്റ് ഹാൻഡ് ഓൺ യെല്ലോ ആ പോയി. അപ്പുറം വെക്ക്. ഓക്കെ യെസ് അപ്പൊ ഇനി അടുത്ത പ്രതീക്ഷനാണ് ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് യെല്ലോ നീ എല്ലാ വീട്ടിലുള്ള കളിയില്ലല്ലേ? ഓക്കെ അടുത്തത് വീണ്ടും വരദക്കുള്ളതാണ് ഇപ്പൊ മാറ്റിത്തരാം റൈറ്റ് ഫുട്ട് ഓൺ റെഡ് വരദയോടാ റെഡ് ഇനി അടുത്തത് നമ്മുടെ സുധിച്ചേട്ടൻ ഭയങ്കര സിമ്പിളാ റൈറ്റ് ഫുട്ട് ഓൺ റെഡ് അത് പറ്റൂല ഇവിടെ. വീണ്ടും പാർവതിയിലേക്ക് വരികയാണ് ഓക്കെ പാറുന് റൈറ്റ് ഹാൻഡ് ഓൺ റെഡ് അതും പോയി പാവം ഓക്കെ മൂവിംഗ് ഓൺ ടു പ്രതീഷിന്റെ പണി റൈറ്റ് ഹാൻഡ് ഓൺ റെഡ് ലെഫ്റ്റ് കാലേതാന്ന് എനിക്കറിയാതെ പക്ഷെ വിഷമുണ്ട് വെറുതെ വിട്ട് പോവാനായിട്ട് അടുത്താണ് ഓക്കെ അടുത്തത് വരദക്കുള്ളതാണ് എനിക്കൊന്ന് രക്ഷപ്പെടണം അത്ര റൈറ്റ് ഹാൻഡ് ഓൺ റെഡ് റെഡോ. നീ മെഴുകുതിരി കത്തിച്ചിട്ടാണോടാ വന്നത് അവിടുന്ന്? ശരി അടുത്ത സുധിച്ചേട്ടനാണ് അപ്പോ സുധിച്ചേട്ടനുള്ള ലെഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഒടിച്ചു വെക്കേണ്ടി വരും കേട്ടോ. റൈറ്റ് ഹാൻഡ് ഓൺ ബ്ലൂ
അഡ്ജസ്റ്റ് ചെയ്തു, കറക്റ്റ് ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്തൊക്കെയുണ്ട് വിചാരം? Okay, സുഖമല്ലേ? moving on, പാർവതി. തന്നെ. Right foot on red. ആ ഓ സ്വസ്ഥമായിന്ന്. Right foot on blue. ആ പോയടാ, നീ ചാട്ടപ്പക്കിയെ പോലെ ആവും ഇപ്പൊ നോക്കി. Right അടുത്ത് പോയി. പോട്ടെ. foot എടുത്ത് ബ്ലൂവിലേക്ക്. Okay. Okay, ഇനി അടുത്ത ആള് വരദ. പോലീസിനെ വിളിക്കട്ടെ, ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുകയാണ്. Right foot on green. ആ പോയടി, എളുപ്പം അത്. ഫ്രണ്ടിൽ ഇരിക്കുക. ഇങ്ങനെയാണ് നല്ലത്. ആ അടിപൊളി. Okay, സുധി ചേട്ടാ എന്തോ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. റെഡ് പറയല്ലേ, ഞാൻ ശ്രമിക്കാം അത് തന്നെ വരുത്താൻ. ട്രോളാവും. Right foot on green. Right foot on green. Simple ആണല്ലോ. ഓക്കെ. എടോ right foot കാല്. അതെ, ഈ കാലെടുത്തിട്ട് അപ്പുറത്ത് വെക്കുക, അല്ലെങ്കിൽ കൈ എടുത്തിട്ട് ആ ഗ്രീനിൽ വെക്കുക. കാല് മോളിൽ കൂടെ അങ്ങോട്ട് വെച്ചാൽ എന്താ? എന്നോട് ദേഷ്യപ്പെട്ടോ, ഞാൻ മാക്സിമം സ്ലോ ആക്കുവേ. ആ ഇനി അടുത്തത് വീണ്ടും പാർവതിയിലേക്കാണ്. പാറുവിനുള്ള ടാസ്ക്. Right foot on blue. Simple. Okay, safe ആണ്. അടുത്തത് പ്രതീഷിനുള്ളതാണ്. പ്രതീഷിന്റെ ടാസ്ക് എന്താണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഫുട്ട് ഓൺ യെല്ലോ. ഒക്കെ കാണിക്കാൻ പറ്റുമോ സാറ്? ഇവിടെ താഴോട്ട് വിടാ. യെല്ലോ ലെഫ്റ്റ് ഫുട്ടോ. ആ പൊളിഞ്ഞടാ. ഇത് മുഖം കാണിക്കാൻ പറ്റും. ആ ഇപ്പൊ ഒരു പറമ്പ് കാണുമ്പോ ഓക്കെ, അടുത്തത് ഭാരതിക്കുള്ളതാണ്. റൈറ്റ് ഫുട്ട് ഓൺ റെഡ്. സിമ്പിളാ, പക്ഷേ രണ്ടും ഓക്കെ ഫൈൻ ഫൈൻ, നൈസ് മൂവ്, നൈസ് മൂവ്. ഓക്കെ, ഇനി അടുത്തത് സുധിച്ചേട്ടനുള്ളതാണ്. സുധിച്ചേട്ടൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. സിമ്പിളാ സുധിച്ചേട്ടാ. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ബ്ലൂവിൽ വെക്കാം. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും പാർവതിയിലേക്കാണ്. റൈറ്റ് ഹാൻഡ് ഓൺ ബ്ലൂ. ശരി, ഇനി അടുത്തത് പ്രതീഷാണ്. പ്രതീഷിന്റെ ടാസ്ക് എന്ന് പറയുമ്പോ ഓക്കെ, ഇത് ലെഫ്റ്റ് ഫുട്ട് ആണ് ഓൺ ഗ്രീൻ. ആ പോയടാ കുരുങ്ങി. വരദ, ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഓൺ ബ്ലൂ. ലെഫ്റ്റ് ഹാൻഡ് ഓൺ ബ്ലൂ. ഓക്കെ, അപ്പൊ ഇനി ഒരാളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മുടെ സുധിച്ചേട്ടനാണ്. സുധിച്ചേട്ടനെ കൂടെ കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ സുധിച്ചേട്ടൻ നല്ല ഉഗ്രൻ ഒരു പോസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്റെ ഒരു കറക്കം. റൈറ്റ് ലെഗ് ഓൺ മൈ ഹെഡ്. ഇതെടുത്ത് തലയിൽ കൂടെ വെച്ചാൽ മതി, ബാക്കി ഓക്കെ. ഞാൻ മാക്സിമം പ്രാർത്ഥിക്കാം അത് കിട്ടാൻ. ലെഫ്റ്റ് ഹാൻഡ് ഓൺ ബ്ലൂ. സാരില്ല, പോട്ടെ. അപ്പൊ പ്രദേശീയ നേതൃത്വം വഹിക്കുന്ന ഒരു ഗാനം ഇനി നമുക്ക് കേൾക്കാം. ഇതേ പോസ്റ്ററിൽ എണീക്കരുത്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരം ആശകളാലും മുൻപേ തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരം ആശകളാം ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റിൽ നിങ്ങൾ പാടി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എണീക്കാം. ഹലോ ഹലോ, ഈ മുതലൊന്ന് എടുത്ത് ഇടിപ്പിക്കണേ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഒന്ന് മറ്റേ ടീമിന്റെ അടുത്തൊന്ന് പറയോ, കാരണം അവര് നിങ്ങളെ കുറെ കളിയാക്കുന്നുണ്ടായിരുന്നു. നോബി
സൂപ്പർ. നോബി മത്സരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പുതപ്പൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നടുക്കോട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അതിന്റെ ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടി വരാൻ പോണ നിങ്ങളുടെ ടീമിനായിരിക്കും. പക്ഷെ അതിൽ പതറരുത്. എന്താണ് അവരുടെ അവസ്ഥ കണ്ടിട്ടാണോ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, മൂവിംഗ് ഓൺ. ഇറ്റ് ഈസ് ലെഫ്റ്റ് ഫുട്ട് ഓൺ റെഡ്. Okay, and നോബി ചേട്ടന് ലെഫ്റ്റ് ഫുട്ട് ഓൺ യെല്ലോ. അടുത്തത് നമ്മുടെ ശ്രുതിയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഓൺ യെല്ലോ. അടുത്തത് ജിഷിന്റെ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഓൺ ഗ്രീൻ. ഓക്കെ, അടുത്തത് വീണ്ടും ദിയയിലേക്കാണ് വരണേ. റൈറ്റ് ഹാൻഡ് ഓൺ യെല്ലോ. വേറെങ്ങും ചവിട്ടരുത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി അടുത്തത് നോബി ചേട്ടനുള്ള ടാസ്ക് ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് വളരെ കൂൾ ആയിട്ട് നിൽക്കുക, റെസ്റ്റ് ഒക്കെ എടുത്ത് നിൽക്കുക. ദീപ ശരിയാക്കി തരാം. നോബി യെല്ലോ. ലെഫ്റ്റ് ഫുട്ട് ഓൺ ഗ്രീൻ. ശ്രുതിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഓൺ റെഡ്. അടുത്തത് ജിഷിന്റെ ആണ്. ജിഷിന് വന്നിട്ടുള്ളത് റൈറ്റ് ഹാൻഡ് ഓൺ യെല്ലോ. എനിക്കൊരു അനുയായി ഒക്കെ ഉണ്ട്, എന്റെ വഴിക്ക് തന്നെയാണ് മോനെ നിന്റെ ട്രാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വീണ്ടും ദിയയിലേക്കാണ് ഞാൻ വരാൻ പോണേ. റൈറ്റ് ഹാൻഡ് ഓൺ റെഡ്. ഓക്കെ, അടുത്തത് നോബി ചേട്ടനുള്ളതാണ്. നോബി ചേട്ടൻ ഇതിൽ നോബി ചേട്ടൻ ഉറപ്പായിട്ടും കൈവരും. എവിടെ മോളെ, ഇത് ദൈവം എന്റെ കൂടാ, അതിലുള്ളതേ പറയാവൂ. ലെഫ്റ്റ് ഫുട്ട് ഓൺ യെല്ലോ. ശ്രുതിയുടെ ആണ്. ശ്രുതിയുടെ ടാസ്ക് റൈറ്റ് ഹാൻഡ് ഓൺ ഗ്രീൻ അല്ല റെഡ്. റൈറ്റ് ഹാൻഡ് റെഡിൽ വെക്കാം. ജിഷിന്റെ നമുക്ക് നോക്കാം. നോബി ചേട്ടൻ വലിയൊരു പണി വരുന്നുണ്ടോ? അതിന്റെ മുന്നോടിയായിട്ട് ആശ്വാസമായിട്ടുള്ള നൃത്തമാണ് ഈ കാണുന്നത്. റൈറ്റ് ഫുട്ട് ഓൺ യെല്ലോ. അതിമനോഹരം. റൈറ്റ് ഫുട്ട് എടുത്തിട്ട് യെല്ലോയില്. ഓക്കെ, പറഞ്ഞില്ലേ? ഇത് പ്രതീക്ഷിച്ച് പഠിക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ദിയയുടെ ടാസ്ക് ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ഗ്രീനിൽ വെക്കാം. ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഗ്രീൻ. ഓക്കെ, നോബി ചേട്ടനുള്ള കറക്കമാണ്. ദൈവമേ, ഒന്നൊന്നര കറക്കമായിരിക്കണേ എന്റെ ദൈവമേ. എനിക്കൊന്ന് ഇരിക്കണമെന്നുണ്ട് സത്യം. അയ്യോ, ദൈവം കൂടെയല്ലേ, ദൈവം കൂടെയല്ലേ. ഇപ്പൊ ഇരുത്തു കേട്ടോ. ദൈവം കൂടെ ലെഫ്റ്റ് ഹാൻഡ് ഓൺ യെല്ലോ. ഇടാ അളിയ, ഞാൻ ഇപ്പുറത്തോട്ട് വെക്കാം. അല്ല, ഇരിക്കണം നേരത്തെ ഒരു ആഗ്രഹം. എന്തോന്ന് ഹലോ, ഞാളെപ്പുറത്ത്. അല്ല, ഇരിക്കുന്ന കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞേ. ഓക്കെ, അടുത്തത് ശ്രുതിയുടെ ടാസ്ക് ആണ്. അളിയ സുഖം. ശ്രുതിക്കുള്ളത് ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് യെല്ലോയിൽ വെക്കാം. ലെഫ്റ്റ് ഹാൻഡോ? ഓക്കെ, ജഷിന്റെ റൈറ്റ് ഫുട്ട് എടുത്തിട്ട് ബ്ലൂയിൽ വെക്കാം. കുറച്ച് റൈറ്റ് ഫുട്ട് എടുത്തിട്ട് ബ്ലൂയിൽ വെക്കാം. ഓക്കെ, കറക്റ്റ്. എന്തായിരിക്കും റൈറ്റ് ഫുട്ട് ഇൻ ഗ്രീൻ. അപ്പൊ അടിപൊളിയായിരിക്കും. റൈറ്റ് ഫുട്ട് ഗ്രീനിലല്ല യെല്ലോയിലാ. അപ്പോ ദിയയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും നമ്മുടെ സ്വന്തം നോബി ചേട്ടനുള്ള ഒന്നും കൂടി ഇരിക്കണം ആഗ്രഹം തോന്നുന്നുണ്ടോ? റൈറ്റ് ഫുട്ട് ഓൺ യെല്ലോ. ഒരു രണ്ട് എല്ലായിടത്തും ഇവിടെ ചേർന്നു. ഇടത്തെ കാലും ഇടത്തെ കൈയും മഞ്ഞ, അങ്ങനെ ഇരിക്കും. ഇടത്തെ കാല് താണ്ട ഒന്നിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഇടത്തെ കൈ മുന്നോട്ട് വെച്ച് ഇനി ഇതെവിടെ വെക്കണം? അത് നീ സൗകര്യം എവിടെയും അത് യെല്ലോയിലല്ലേ? എല്ലോ എടുത്തോ. പിന്നെ അതാണ്ട ഇത് ഇതെങ്ങനെയാണ് ഞാൻ വെക്കണം? അടുത്തത് ശ്രുതിയുടെ ടാസ്ക് ആണ്. റൈറ്റ് ഫുട്ട് എടുത്തിട്ട് റെഡിൽ വെക്കാം. ഓക്കെ, അടുത്തത് ജിഷിന്റെ ആണ്. ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് യെല്ലോയിൽ വെക്കാം.
അനുഗ്രഹിക്കണം. ഓക്കെ, അടുത്തത് ദിയ. ഡ്രൈഡ് ഫ്രൂട്ട് എടുത്തിട്ട് റെഡിൽ വെക്കുക. ഓക്കെ, അടുത്തത് നോബു ചേട്ടൻ. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ബ്ലൂവിൽ വെക്കുക. ഓക്കെ, ശ്രുതി. ലെഫ്റ്റ് ഫുട്ട് എടുത്തിട്ട് യെല്ലോയിൽ വെക്കുക. അടിപൊളി. മനോഹരം. ഓക്കെ, അടുത്തത് ജിഷിന്റെ ടാസ്ക് ആണ്. സിമ്പിൾ. ലെഫ്റ്റ് ഫുട്ട് എടുത്തിട്ട് ഗ്രീനിൽ വെക്കാം. അപ്പൊ സപ്പോർട്ട് ഈ സീരിയൽ തടു ചവിട്ട് കൊണ്ട് എന്നെ ഒന്ന് പറയാൻ. നോബി നിന്റെ വലത് കാലെടുത്ത് മാറ്റം എടുത്ത് വിശ്വസിച്ച് ഞാൻ പോവാണ്. എന്നെ ഇക്കളാക്കിയതിന് ഓക്കെ, അടുത്ത അടുത്തതാരാണ്? ഓക്കെ, ദിയ. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് പറ്റൂല. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഗ്രീനിൽ വെക്കുക. ദിയ. വീണ്ടും നമ്മുടെ നോബിച്ചേട്ടനുള്ള ഒരു അവസരമാണ്. അടിപൊളി, ബ്യൂട്ടിഫുൾ. ലെഫ്റ്റ് ഫുട്ട് എടുത്തിട്ട് റെഡിൽ വെക്കുക. ഈ കാലിന്റെ കാര്യത്തിൽ ഏകദേശം. ഇനി അടുത്തത് ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് ലാസ്റ്റ് റൗണ്ട്. ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ഗ്രീനിൽ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഗ്രീനില്. അടിപൊളി. ആഹാ. കളർഫുള്ളായി. പണി. നീ നേരത്തെ ഇരുന്ന പോലെ ഇരി. ഓക്കെ, അപ്പോ മൂവിംഗ് ഓൺ. ജിഷിന്റെ ആണ് ലാസ്റ്റ് സെഷൻ. അപ്പോ അതോടുകൂടി നമ്മുടെ ഈ ഒരു ഗെയിം ഒരു പാട്ടോടുകൂടി തീരും. ഇനി ജിഷിൻ എന്തായിരിക്കും ആവോ വരാനിരിക്കുന്നത്? ഇരിക്കട്ടെ, ഒരു കാലം ഒരു കൈയോടെ കിടന്നു. ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ഗ്രീനിൽ വെക്കുക. അടിപൊളിയല്ലേ, സൂപ്പർമാൻ സ്പൈഡർമാൻ ഒന്നിച്ചിരിക്കുന്നല്ലോ. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് തന്നെ ആ മൈക്ക് എടുത്തിട്ട് ഒന്ന് ചെല്ലും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് നമുക്കായിട്ട് പാടും. ഓ, ലക്ഷ്മി കുത്തിയിരിക്കാൻ വയ്യ. ഈ ഫ്ലേവറൊന്നും നമുക്ക് കിട്ടിയില്ല. പാടിക്കോ. 3, 4. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു നീ, എവിടേക്കു പോണു നീ, എവിടെ നിന്നോ വന്നു നീ, എവിടേക്കു പോണു ഞാൻ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ട്വിസ്റ്റേഴ്സ്, ഈ ഒരു ഗെയിം? നമുക്കത് പ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗെയിംസ് നല്ലതാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോൾ രണ്ട് ടീമും ടൈ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ടമർ പടാറില് ഇനി നമ്മൾ അടുത്ത ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. നേരത്തെ കുറച്ച് ദേഹാസ്വാസ്ഥ്യം അങ്ങനെ തന്നെയല്ലേ പറയാ? അത് തന്നെ, എല്ലാം മാറിയല്ലോ അല്ലെ എല്ലാവരുടെയും. ഏതായാലും ഇനി നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കുന്ന
ഒരു ഗെയിം അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരു ഗെയിം എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത് 3 പേരായിരിക്കും ഒരു ടീമിൽ നിന്ന് വരാൻ പോണേ. അതിൽ ഒരാള് ടീം ലീഡർ ആയിരിക്കും. ടീം ലീഡറോ എക്സ് ഓർ വൈ അവരാണ് വേണ്ട ഗൈഡ് ലൈൻ കൊടുക്കണ്ടേ. ബാക്കി 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നമ്മളൊരു കാർഡ് ബോർഡിൽ ഒരു ഡ്രോയിങ് കൊടുക്കും. ഡ്രോയിങ് ഇൻ ദ സെൻസ് ഈ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആയിരിക്കും അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു സർക്കിൾ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ 2 സ്ക്വയർ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ ബാക്കിയുള്ള 2 ടീം മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തിയിട്ട് ഇദ്ദേഹം ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഒരു റൗണ്ട് വരയ്ക്കൂ, അതിനുള്ളിൽ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. ആൻഡ് ഫൈനലി ഇത് വരച്ചു കഴിയുമ്പോൾ ഈ 3 പേര് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എത്രത്തോളം, ആ ഒരു ഡ്രോയിങ്ങിനുള്ള സിമിലാരിറ്റി എത്രത്തോളം ഉണ്ട്, ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണേ. സിമ്പിൾ ഗെയിം അല്ലേ? സോ ആദ്യം ഏത് ടീമാ വരാൻ പോണേ? നിങ്ങള് ഓക്കെ? ട്രയാങ്കിൾ എന്നൊന്നും പറയില്ല, സമൂസ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, സിമ്പിൾ, ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഗിവ് ഗൈഡ്ലൈൻസ്. ഓക്കെ, ഈ ബോർഡിന്റെ ഒരു 3/4 ഭാഗത്തോളം ഒരു ദീർഘചതുരം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ടീമിൽ മറ്റൊരു മെമ്പർ വരയ്ക്കണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും, പാവം. ലോങ് സ്ക്വയർ. ഓക്കെ, അപ്പൊ 2 പേരും വരച്ചു തുടങ്ങിയിട്ടുണ്ട്. വാവ്, നല്ല കോപ്പി കാറ്റ്സ് ആയിട്ടുണ്ട്. ഇൻസൈഡ് യെസ്, ഇൻസൈഡ് ദ ബോക്സ്. ഇംഗ്ലീഷിലാണോ? ഓക്കെ, ആ, ഇന്ന് വരച്ചോണം. ബിഗ് റൗണ്ട്. വലിയൊരു വൃത്തം. ബിഗ് റൗണ്ട്. ബിഗ് റൗണ്ട്. ദീർഘചതുരത്തിന് ടച്ച് ചെയ്തിട്ട് ഉള്ളിൽ ഒരു വലിയ വൃത്തം. സൈഡുകളിൽ ടച്ച് ചെയ്യരുത്, മുകളിലും താഴെയും ടച്ച് ചെയ്തിട്ട് ഒരു വലിയ വൃത്തം. ഒരു ഇൻസൈഡ് ദ റൗണ്ട് അല്ലേ? ഞങ്ങൾ അമേരിക്കന്ന് വന്നല്ലേ, അവക്ക് ഇംഗ്ലീഷിലും ഇങ്ങൊക്കെ മലയാളത്തിൽ അവളടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞു. ആ ഓക്കെ, ആ വൃത്തത്തിനുള്ളിൽ വീണ്ടും ഒരു ദീർഘചതുരം, താഴെ കുറച്ച് സ്പേസ് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ബോക്സിനുള്ളിൽ ത്രികോണം. ത്രികോണം എന്ന് പറഞ്ഞാൽ 4 കോൺ ഉണ്ടാവും. 4 കോൺ. ട്രയാങ്കിൾ, സമൂസ. ആ അതെ അതെ, സമൂസയല്ല, 4 എഡ്ജുള്ള പൂസ. ഈ മാസ്റ്റർ ശരിയല്ല കേട്ടോ, ഈ മാസ്റ്റർ ശരിയല്ല, തെറ്റിയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് എനിക്ക്. ഓക്കെ, ദീർഘചതുരത്തിന് 4 ഭാഗം ടച്ച് ചെയ്തിട്ട് ത്രികോണം. 4 ഭാഗത്ത് ടച്ച് ചെയ്തിട്ടെങ്ങനെയാ ത്രികോണം? അപ്പൊ 4 കോണം എന്ന് പറഞ്ഞു. ആ അതന്നെ, ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 4 കോണം. ടച്ച് ചെയ്യണം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോണുണ്ടാവും. പക്ഷെ ഈ പുള്ളി 2 കോണത്തിൽ ഒതുക്കി, എനിക്കറിയില്ല. നിങ്ങൾ മിണ്ടായിരിക്കാം സൂചി ചേട്ടാ, മിണ്ടാറില്ല. ഹായ് പപ്പി. അടുത്താടാ നീ പറഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടുള്ള. നീ പറ. ഒരു ട്രയാങ്കിൾ പോലെ. ആ ഒറ്റൊരു ട്രയാങ്കിളേ ഉള്ളൂ. കിഴങ്ങ് നീയല്ലടാ 4 എണ്ണം അല്ലാത്ത വരയ്ക്കാം. അതല്ല ഞാൻ പറഞ്ഞത് 4 കോണെന്നാ ഉദ്ദേശിച്ചത്. 4 കോണുള്ള ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ ആരും മാറ്റില്ല, അവിടെ ഉണ്ട്. വീട്ടിലൊട്ടിക്ക്. അതിന്റെ അടിയില് ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, അതില് ദീർഘചതുരം കുത്തനെ. ഇത് നേരെ വാതില് പോലെ ഉണ്ടാവും. ആ മൊത്തം പൊളിഞ്ഞ്. ദീർഘചതുരം. ഇതിപ്പോ ട്രയാങ്കിൾ, ഒരു ആംഗിളിന്റെ ട്രേ വെച്ചിട്ട് അതിനകത്ത് ഈ 4 കോണം വെക്കുക. ആ രീതിയിൽ ഡോർ വരച്ചേക്കാം. പറയടാ, ഇനിയാടാ. ഇനി അടിയിൽ സൈനും ചെയ്ത് ഇങ്ങോട്ട് വന്നേ കഴിഞ്ഞു. ചേട്ടൻ വളരെ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതായത് ഒരു മാത്തമാറ്റിക്കൽ ഇതാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പോലും ഇതിനുള്ള എന്റെ പൊന്നു സ്വാഭാവിക അദ്ദേഹം വരച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടെ മല,
മലയുടെ അവിടെ കുറച്ച് വീടിന്റെ ജനലുകളാണ് ഇത് വരച്ചിട്ടുള്ളത്. നോബി എന്നുള്ളത് മാത്രം തെറ്റുകൂടാണ്ട് എഴുതിയിട്ടുണ്ട്. അത് മാത്രം. ഇപ്പുറത്ത് എന്താണ് സീൻ? ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതെന്താണ്? എടാ ഡയമണ്ട് എന്ന് പറയാറില്ലടാ. എടാ ഡയമണ്ട് ബാബു, ഒരു ഡയമണ്ട് വരയ്ക്കാൻ പറഞ്ഞാ മതി. അല്ലല്ല, ഡയമണ്ട് മാത്തമാറ്റിക്കൽ അല്ലല്ലോ. ഏയ് കോണമാഷ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതെ, ഈ 4 കോണ് അളിയന് നിനക്ക് വരയ്ക്കാൻ തോന്നിയ കാരണം എന്താ? എന്റെ അടുത്ത് പറഞ്ഞ് ഒരു നീളമുള്ള മറ്റേ ഇത് വരയ്ക്കാൻ പറഞ്ഞു. അതൊന്ന് എന്നിട്ട് പറഞ്ഞ് നമ്മളെ കോണം അല്ല 4 ഇതുള്ള ത്രികോണം, 4 സൈഡുള്ള ത്രികോണം എങ്ങനെയാണ്? ഞാൻ പറയാൻ പറ്റില്ല. ഇത് അനലൈസ് ചെയ്യുമ്പോ ഈ നമ്മുടെ ഗൈഡ് പറഞ്ഞ കറക്റ്റ് ഫോർമാറ്റിൽ കൂടെയാണ് പോയിട്ടുള്ളത്. 4 സൈഡുള്ള ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറ്റം 4 സൈഡുള്ള ത്രികോണം 4 എണ്ണം അല്ലേ നീ പറഞ്ഞില്ലേടാ? ഞാൻ 4 വട്ടം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒറ്റന്നാണ് ഉദ്ദേശിച്ചത്. എടാ പൊന്നളിയാ. ശരി, ആയിക്കോട്ടെ. അവിടെ ഈ കോപ്പി കാറ്റ്സില് ഈ കോമ്പറ്റീഷനില് ഇനി അടുത്തായിട്ട് ഇങ്ങനെയൊന്നും അല്ലടാ വരയ്ക്കാ എന്റെ മക്കളെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇനി വരാൻ പോണത് നാടല്ലേ? അതെ, നാൻ തന്നെ. നാനും എന്റെ ടീമും. ഓക്കെ, നമ്മുടെ ടീമും ഭയം. അവിടെ നിന്നോളൂ. ആദ്യം നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതാണ് ഇവര് വരയ്ക്കാൻ പോകുന്ന. എനിക്ക് കാണാമോ? ബുദ്ധിമുട്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വെരി വെരി ക്ലിയർ അല്ലേ? ഇത് മാത്തമാറ്റിക്കൽ ആയിട്ട് പറയാൻ പറയണം കേട്ടോ. അവള് നേരത്തെ പോലെയല്ലേ? ത്രികോണം 4 എണ്ണം 4 കോണം. 1 2 3 സ്റ്റാർട്ട്. ബിഗ് സർക്കിൾ. ഞാൻ രണ്ടും കൽപ്പിച്ചോ അല്ലേ പാറു? അയ്യോ, ഇതിന് കറക്റ്റ് ആയിട്ട് വരച്ച് ഗൈഡ് പറയുന്നതിന്റെ അങ്ങപ്പുറോ ഇപ്പുറോ ഇല്ല. ടച്ച് ചെയ്ത ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. ഓക്കേ, അതിനെ ടച്ച് ചെയ്ത് അകത്ത് തന്നെ നോർമൽ ട്രയാങ്കിൾ. ആ ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ ലെഫ്റ്റിലായിട്ട് ഒരു കുഞ്ഞു സർക്കിൾ. അതിന്റെ ലെഫ്റ്റിലായിട്ട് ഒരു കുട്ടി സർക്കിൾ. ഓക്കെ, പ്രതീക്ഷ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പറയുന്നത് അപ്പാപ്പ വരയ്ക്കുന്നുണ്ട് ഓൺ ദ സ്പോട്ട്. ഇതിന് മുമ്പ് വരയ്ക്കുന്നു തോന്നുന്നു പുള്ളി. ആ ബോർഡിന്റെ ലെഫ്റ്റ് ആണ് പ്രതീക്ഷ. ഓക്കെ, ഇനി ആ ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ റൈറ്റിലായിട്ട് ഒരു കുഞ്ഞു സ്ക്വയർ. കഴിഞ്ഞു. ഓക്കെ, പാർവതി ഇപ്പൊ നോക്കണ്ട. നിങ്ങൾ ദയവ് ഇതൊന്ന് ഇങ്ങോട്ട് വരും പ്ലീസ്. വെറുതെ നല്ലൊരു പട്ടമാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ ഒരു ആംഗ്രി ബേർഡ് ആണോ ഇത് ട്വീറ്റ് ആണോ? കണ്ട ഈസി ആണല്ല, കണ്ട ഈസി എന്ന്. അതിന് മാത്തമാറ്റിക്സ് പഠിക്കണം. മാത്തമാറ്റിക്സ് ഒരാള് ഒരു മിനിറ്റ്. ഇതല്ലേ ബ്യൂട്ടിഫുൾ. ബാക്ക് ടു യുവർ സീറ്റ്സ്. ഓക്കെ, അപ്പൊ ഒരു വലിയ കൈ കൊടുക്കാം. ഇതില് വിന്നേഴ്സ് ആയിട്ടുള്ളത് അങ്ങനെ ടമാർ പടാറില് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മുടെ പ്രേക്ഷക ലക്ഷങ്ങള് ഏറ്റവും അധികം ഏജ് എടുത്തൊരു ഗെയിമായിരുന്നു. വീണ്ടും വീണ്ടും എല്ലാവരും പൊട്ടിച്ചിരിച്ച ഒരു ഗെയിമായിരുന്നു ഇവരുടെ പെർഫോമൻസ് എല്ലാം കണ്ടിട്ട്. ഞാനും വീട്ടിലെടുത്ത് ഒരുപാട് ചിരിച്ചിട്ടില്ല കേട്ടോ. അതായത് നിങ്ങളുടെ ഗാഗിൾ സോങ് പെർഫോമൻസ് ഓർമ്മയില്ലേ? വയലിങ്ങനെ വെള്ളമെടുത്ത് ഗാഗിൾ ചെയ്തിട്ട് ഒരു പാട്ട് പാടണേ. അപ്പൊ അത് തന്നെയാണ് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നുകൊണ്ട് ആ ഒരു ഫണ്ണി മൊമെന്റ്സ് എല്ലാവർക്കും ഇനിയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗെയിമിലേക്ക് തന്നെയാണ് നമ്മൾ പോണേ. ഓക്കെ, അപ്പൊ സോങ് വേഗം സെലക്ട് ചെയ്തോളൂ. ആദ്യം ആരാണ് എങ്ങോട്ടാണ് പോകുന്നത്? അവര് ഒരു മുഴം മുന്നേ ആയിട്ട് അവരുടെ സോങ്ങും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ദാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിച്ചോളുക. നന്നായിട്ട് ഗാഗിൾ ചെയ്യുക. പാട്ട് അങ്ങോട്ട് പാടിത്തുടങ്ങുക. എന്നെ മേലേക്ക് തുപ്പണോ? പച്ചപ്പുൽച്ചാടി. അതാണോ പച്ചപ്പുൽച്ചാടി? പുൽച്ചാടി. അപ്പൊ ഈ ടീമിൽ നിന്നായിരിക്കും അടുത്ത ആള് വരാൻ പോണേ. അപ്പൊ ആരായിട്ട് വരണേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സോങ്. ആ മുഖം കണ്ടാ
Ready? 1, 2, 3, start. ഇങ്ങനെ പാടണം. അവൻ ചുണ്ടടി ആ തൊണ്ടോണ്ടാണ് പാടണം. കുറച്ച് സമയം വേണം ഒളിയാൻ. നല്ല സീരിയസ് ആയിട്ട്. പുലരെ പൂന്തോണിയിലടാ. നമ്മള് തോറ്റടാ. നമ്മള് പിന്നെ സംഗീത കോളേജിൽ വന്ന പിള്ളേരായോണ്ട് കണ്ണ് Okay, ഇനി ആ പാട്ടൊന്ന് പാടിക്കൊടുക്കൂ പ്ലീസ്. വിഴിയറിയാതെ വന്നു നീ ഇഴിയൂഞ്ഞാലിൽ കനവറിയാനേതു കിനാവ് പോലെ. Okay, അപ്പൊ ഇതിൽ വീണ്ടും അടുത്ത ടീം മെമ്പർ ആരാണ് വരാൻ പോണേ? ഇനി ഏത് പാട്ടാണ് നിങ്ങൾ കൊടുക്കാൻ പോണേ എന്നുള്ളത് നമുക്കറിയില്ല. പാട്ട് ഞാൻ Yes. ശരിയല്ലേ? So കറക്റ്റാ പറഞ്ഞോടുത്ത് തന്നെയാ. കോഴി ചിക്കുന്നതോ? കിട്ടി പ്രതീക്ഷിന് കിട്ടി. കറക്റ്റായിട്ട് മത്സരിക്കും. കറക്റ്റ്. സൂപ്പർ. ആര് പാട് പാട്. 4 വരി കറക്റ്റ് ആയിട്ടുള്ള lyrics പറയണം. Okay, song select ചെയ്ത സ്ഥിതിക്ക് അവർ ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് ഇനി അവിടുന്ന് ആരാണ് വരാൻ പോണേ? ദിയ. Okay, ശരി. അപ്പൊ ദിയക്കുള്ള സോങ് കിട്ടിയിട്ടുണ്ട്. Ready? 1, 2, 3, start. നല്ലോണം വെള്ളം കുടിക്കണം. Okay. എന്റെ അടുത്ത് തുപ്പാൻ പോന്നു. ഇതുപോലെയാണ് നീ പാടിയത്. പ്രതീക്ഷ ഇതുപോലെ പാടിയത്. ഇങ്ങനെയാണ് നീ പാടിയത്. പാട്ട് കിട്ടി. മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി മുള്ളുകളെല്ലാം തേന്മലരാക്കി വാരിലണിഞ്ഞു ഞാൻ മോഹമേ. Okay. അപ്പൊ ഏതായാലും ഈ ഒരു റൗണ്ടില് ഇപ്പൊ നമ്മുടെ ജൂറി പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. അതായത് ദിയയുടെ ഈ ഒരു ഗെയിമും അതുപോലെ തന്നെ പ്രതീഷ് ഭായിയുടെ ഈ ഒരു ഗെയിമും, അതായത് രണ്ടുപേരും ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്ത് കറക്റ്റ് ത്രോട്ടിൽ വെച്ചിട്ട് അവർ ഗാഗിൾ ചെയ്തിട്ടില്ല. അപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കറക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പാർവതിയാണ്. വളരെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഞാനൊന്നും മത്സരിച്ചോളാം. ഓക്കെ, അപ്പൊ വെല്ലുവിളിയാണ്. പ്രതീഷ് ഭായിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല വെല്ലുവിളിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ കമാൻ. No, 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 no. വെൽ ട്രൈഡ്. അമ്മിയരുത്, ഗാർഡ് ചെയ്യണം. നല്ലോണം ട്രൈ ചെയ്ത്. ദും 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 നാദം നാദം ദും 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 ദുമിനാദം നാദം നാദം ദേവദുന്ദുബിരൻ വർഷമംഗളഘോഷം ദേവദുന്ദുബിരൻ വർഷമംഗളഘോഷം വേറെന്നുണ്ട്. ദുന്ദുബിനാദം നാദം നാദം ദുന്ദുബിനാദം നാദം നാദം. ഓക്കെ, അപ്പൊ അടുത്തത് ആരും ഇവിടെ അങ്ങോട്ട് പോവാം. ശ്രുതിയാണ് വരാൻ പോണേ. ഓക്കെ, ശ്രുതിക്കുള്ള സോങ് റെഡി ആക്കിയോ? ചെമ്പൈ സംഗീതോത്സവത്തിൽ വിജയിച്ച ഞങ്ങളുടെ പ്രിയ കലാകാരി. Ready? 1, 2, 3. തൊണ്ടവേന എടുക്കണ്ടോ? അതാണോ ഗാർഗിൾ ചെയ്യണേ? ആ പാട്ട് കൂടെ പക്ഷെ
ഇല്ലെങ്കിൽ പാടാനൊന്ന് ശ്രമിക്കണം. ആ കുന്നിമണി പൂവിൻ കൊണ്ടാടും കുറുകുന്നൊരരിപ്രാവേ. കുന്നിമണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുകുള്ളൊരരിപ്രാവേ. മണിത്തുമ്പത്തേരിൽ വഴികൊണ്ടമാരൻ കുടുങ്ങിക്കൊണ്ടണിഞ്ഞൊരുങ്ങ്. പ്രതീക്ഷ ഈ പാട്ട് 4 വരി ഒന്ന് ഒറ്റയ്ക്ക് പാടണം. കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ പ്രതീക്ഷ പാടും എന്ന് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, എന്തായാലും ഇവർ തന്നെയാണ് ജയിച്ചത്. ഓക്കെ ഫൈൻ, ഒന്ന് ഇത് പാടാമോ? റെഡി? കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം. മണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ. മണിച്ചിന്ന തേരിൽ വരുന്നുണ്ട് മാരൻ കുണുങ്ങിക്കൊണ്ടരി അണിഞ്ഞൊരുങ്ങ്. 2 വരി ആയിട്ടുള്ളൂ. ഓൾ റൈറ്റ്, ഓക്കെ ഫൈൻ, ശരി. ഓക്കെ റൈറ്റ് കൂടെ. ഓക്കെ, അപ്പൊ ഇതിലും ഗാഗ്ലിംഗ് സോങ് റൗണ്ടില് നല്ല കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു 2 ടീംസും നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്തത്. ആൻഡ് ഇതിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത് സുധിച്ചേട്ടന്റെ ടീമാണ്. അപ്പോ അങ്ങനെ ഇന്നത്തെ 1 മണിക്കൂർ സമയം പെട്ടെന്ന് പോയിരിക്കുകയാണ്. അപ്പോ ടമാർ പടാറിൽ നിന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ദിയ ഒരു ആഗ്രഹം ആരോടൊക്കെയോ പറയുന്ന കേട്ടു. അങ്ങനെയൊക്കെ എന്റെ ചെവിയിൽ വന്നു. അതായത് ദിയക്ക് ഒരു റൊമാൻറ്റിക് പെർഫോമൻസ്, ഒരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ ഈ ഫ്ലോറിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് ഹീറോ കൂടെ വന്ന് പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ഇരട്ടി മധുരാവും എന്നൊക്കെ ഞാൻ കേട്ടു. ഒരു ആഗ്രഹം. ഞങ്ങളുടെ ടീമിലെ റൊമാൻറ്റിക് ഹീറോ ഷാറുഖ് ഖാൻ, സുധി. അപ്പൊ ദിയക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ സുധിച്ചേട്ടൻ പേരായി വരണമെന്നാണ് കേട്ടോ. അപ്പൊ വെറുതെ ആ കുട്ടിയെ നിരാശപ്പെടുത്തരുത്. അപ്പൊ ഇതെല്ലാം ഇനി ഫ്ലോറിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോണേന്നുള്ളത് എനിക്കറിയില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതോടുകൂടി ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വി ആർ സേയിങ് ബൈ ഫ്രം ടമാർ പടാൻ, presented by Chungar Jewelry, powered by Chairman Chayas and Kalyan Silks. See, good night. मेरी 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 तेरी प्रेम कहानी है मुश्किल, 2 लफ्जों में बयां ना हो पाए. एक लड़का एक लड़की की ये कहानी है नहीं, 2 लफ्जों में बयां ना हो पाए. तेरी मेरी मेरी तेरी प्रेम कहानी है मुश्किल, 2 लफ्जों में बयां ना हो पाए. एक दूजे से हुए जुदा जब एक दूजे के लिए बने. तेरी मेरी मेरी तेरी प्रेम कहानी है मुश्किल, 2 लफ्जों में ये ना हो पाए. तुमसे दिल जो लगाया तो जहां मैंने पाया, Please dance, please. कभी सोचा न था ये कितने अवसर. क्यों खुदा तूने मुझे ऐसा ख्वाब दिखाया जब हकीकत में